ചൂട് ചായക്കൊപ്പം ക്രിസ്പി ആയിട്ടുള്ള ചായക്കടി ആരാണ് ആഗ്രഹിക്കാത്തത്? അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണെന്ന് നിറക്കൂട്ട് വ്ളോഗ്സ് പരിചയപ്പെടുത്തുന്നത്. കോളിഫ്ലവർ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കേണ്ടതാണ്. കോളിഫ്ലവർ നന്നായിട്ട് അരിപ്പ ഉപയോഗിച്ച് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കോളിഫ്ലവർ വേകാൻ പാകത്തിനുള്ള വെള്ളം വെച്ച് അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും ചേർക്കുക. ആ വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ചു നേരം വേവിച്ചെടുക്കുക. കോളിഫ്ലവറിലെ വിഷാംശങ്ങൾ മാറുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തിളച്ച ശേഷം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം നമുക്ക് ഊറ്റിയെടുക്കാവുന്നതാണ്. കോളിഫ്ലവർ ഇട്ട ശേഷം വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് കോരി മാറ്റാവുന്നതാണ്. കോരി വെച്ച കോളിഫ്ലവർ മാറ്റി വെച്ച ശേഷം ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാവുന്നതാണ്. കടലമാവിലാണ് ഇത് നമ്മൾ മുക്കിപ്പൊരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള കടലമാവ് എടുക്കുക. കോളിഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കടലമാവ് എടുക്കേണ്ടതാണ്. ഞാനിവിടെ 250 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നു. കാശ്മീരി ചില്ലി ചേർക്കുന്നത് നല്ല കളർ കിട്ടുന്നതിനായിട്ടാണ്. എരിവ് കുറവാണ് ഈ മുളകിന്. കാശ്മീരി ചില്ലി കയ്യിലില്ലാത്തവർ മുളക് പൊടി 1 സ്പൂൺ ചേർത്താൽ മതിയാവും. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർക്കുക. പിന്നെ വേണ്ടത് മസാലയാണ്. 1/2 സ്പൂൺ മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചിക്കൻ മസാല കയ്യിലുള്ളവർക്ക് ചിക്കൻ മസാല ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിൽ പാകത്തിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമാത്രമല്ല കടലമാവ് ആയതുകൊണ്ട് നല്ലതുപോലെ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കണം. 1.5 ഗ്ലാസ് വെള്ളമാണ് എനിക്കിവിടെ ആവശ്യമായി വന്നത്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. മുക്കിപ്പൊരിക്കുന്നതായതുകൊണ്ടാണ് ഇത്രയ്ക്കും കട്ടിക്ക് എടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ആവശ്യമായ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഡീപ് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ കൂടി വീത്തുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിനി ബാറ്ററിലേക്ക് മുക്കി നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് ഇളക്കുന്നുണ്ട്. ഈ ബാറ്ററിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവറുകൾ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാവുന്നതാണ്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. നന്നായി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം കുറച്ച് അരിപ്പൊടിയോ റവയോ ചേർക്കുന്നത് നന്നായിരിക്കും. കോളിഫ്ലവർ ഒരുമിച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചേർക്കുന്നത്. ഞാനിവിടെ മുക്കിപ്പൊരിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് റവയും അരിപ്പൊടിയും ചേർത്തിട്ടില്ല. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരുമിച്ചിട്ടാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുക. കോളിഫ്ലവർ ഒരു വശം നന്നായി മൂത്ത് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് എല്ലാ വശവും ഒരുപോലെ മൂപ്പിച്ചെടുക്കുക. കോളിഫ്ലവർ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കോരി മാറ്റേണ്ടത്. കോളിഫ്ലവർ ഫ്രൈ നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരി മാറ്റാം. നല്ല കറുമുറ കോളിഫ്ലവർ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. അതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണയിലേക്ക് ബാക്കിയുള്ളത് കൂടിയിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ല ക്രിസ്പി ആകുമ്പോൾ അത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് ചേർക്കേണ്ടതാണ്. ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കരിവേപ്പില കൂടിയിട്ട് മൂപ്പിച്ചൊന്നെടുക്കുക. വെളുത്തുള്ളിയുടെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാവുന്നതാണ്. വെളുത്തുള്ളിയും കരിവേപ്പിലയും ഇങ്ങനെ കഴിക്കില്ല എന്നുള്ളവരുണ്ടെങ്കിൽ മാവിലേക്ക് മുക്കി കുറച്ച് മിക്സ് ചെയ്ത് പൊരിച്ചെടുക്കാവുന്നതാണ്. തട്ടുകട സ്റ്റൈൽ കോളിഫ്ലവർ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. തട്ടുകടകളിൽ നിന്ന് നമുക്ക് കോളിഫ്ലവർ വാങ്ങുമ്പോൾ നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് കൂടി ലഭിക്കാറുണ്ട്. കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് കൂടി ഉണ്ടാക്കി നമ്മളങ്ങ് സ്വാദിഷ്ടമായിട്ട് കഴിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് ടൊമാറ്റോ കച്ചപ്പിൻ്റെ വീഡിയോയുമായിട്ട് അടുത്ത് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.